പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. എന്നാ ഹിമയുടെ കയ്യിലിരിക്കണേ? നമ്മളിപ്പോൾ സൗദി അറേബ്യയിൽ ഒരു ഫാമിലാണ്. കണ്ടു കഴിഞ്ഞാൽ സൗദി അറേബ്യ എന്നൊന്നും ഇവിടെ പറയില്ല. ഇത് നാരകമുണ്ട്, വാഴയുണ്ട്, നിറച്ച് മാവാട്ടോ. നമ്മൾ മാങ്ങ തോട്ടത്തിലാണ് നിൽക്കുന്നത്. അതെ, നമ്മുടെ പ്ലാവ്, നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇടിഞ്ചക്കയുടെ ഒക്കെ പരിവാണ്. ഇവിടെ ഇടിഞ്ചക്കയൊക്കെ ഉണ്ട്. ഇപ്പം ഇടിഞ്ചക്ക എടുക്കണം. കണ്ടിട്ട് നാടിൻ്റെ മണം, നാടിൻ്റെ സുഖം എന്ന് പറയും പോലത്തെ അവസ്ഥ. നല്ല രസം, നല്ല മണമുണ്ട്. ഈ പരുവത്തിലാണ് ചക്ക കിടക്കണത്. ചക്ക ആയി വന്നേയുള്ളൂ. നാട്ടിലും ചക്ക ആയി വന്നേയുള്ളൂ എന്ന് തോന്നുന്നു. കണ്ടോ, ഇത് ഇടിഞ്ചക്ക ആയിട്ടില്ല. അതിലും ചെറിയ പരുവത്തിലാണ് കിടക്കണത്. അങ്ങനെ ഇഷ്ടംപോലെ പ്ലാവുണ്ട് കേട്ടോ. അതെ, ഇവിടെയൊക്കെ പ്ലാവുണ്ട്. പിന്നെ വലിയ വലിയ മാവുകളുണ്ട്. ബായ്. ചെറിയ ചക്ക വലുതാവുമായിരുന്നു, നമുക്ക് ഇടിഞ്ചക്ക പരുവത്തിലിടായിരുന്നു. കണ്ടോ, വലിയ മാവൊക്കെ പൂത്ത് കിടക്കുന്നു. നമുക്ക് പോകുമ്പോൾ കണ്ണിമാങ്ങ തന്നുവിടാമെന്നാണ് ഇവിടുത്തെ ഓണർ പറഞ്ഞേക്കണേ കേട്ടോ. നമ്മൾ സൗദിനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇതൊരു സൗദിയുടെ തോട്ടമാണ്. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് പോകുമ്പോൾ ഇത് തന്നുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വാഴക്കൊലകൾ ഇങ്ങനെ നിൽക്കുന്നു. നിറച്ച് വാഴക്കൊലയൊക്കെ ഉണ്ട് കേട്ടോ. നാരകം വേനക്കല്ലേ, നാരകമൊക്കെ ഉണ്ട് ഇവിടെ. നാരങ്ങ ആദ്യം ഇവിടെയൊക്കെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. കണ്ണിമാങ്ങയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കണ്ണിമാങ്ങകളൊക്കെ ഉണ്ട്. ഏതാ അപ്പം പേരാണോ ഇനി? അത് കണ്ടിട്ട് തൊലി കണ്ടിട്ട് പേര പോലെ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് അവർ പറിച്ചെന്ന് വാങ്ങി. പുളി ഉണ്ടോ ഞാൻ? പുള്ളി പറിച്ചെന്ന് വാങ്ങി കേട്ടോ. കൊതിയാണോ? ഇതിക്കൂടെയൊക്കെ വെള്ളച്ചാല് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി. ഇത് പേരയാ, വലിയ പേര, ഒത്തിരി വർഷം പഴക്കമുള്ള പേര. അവിടെയൊക്കെ പ്ലാവുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്നു. നമുക്കങ്ങനെ ഇതെന്നാ ചെയ്യുമ്പോ തേൻ, ഉറുമ്പും ഉണ്ട്. തേൻ നോക്കാം, നോക്കട്ടെ ഇതിനകത്തുണ്ടോ? ഇല്ല, തേനുണ്ട്? ഇല്ല, എല്ലാം ഉറുമ്പ് കുടിച്ചു. ഇതിനകത്തുണ്ടോ നോക്കട്ടെ. ഇത് പിടിച്ചടി. പിന്നെ ഇതിനകത്തൊക്കെ ഉറുമ്പ് കയറിയൊക്കെ ഇതിനകത്തില്ല. ഇല്ല, പേരക്കാ. ഇത് ഭയങ്കര പച്ചയല്ലേ? ഒരു പൂച്ച നല്ല പച്ചയാ. നാടൻ ടേസ്റ്റ്. ആണ്ട് ഓടിച്ചോണ്ട് വന്നു. ഇതെന്നാണ്? ഇത് ഉപാല്ല, കൊള്ളല്ല, മിണ്ടാണ്ടിരിക്കും. വലിയൊരു മാവിൻ്റെ ചോട്ടിൽ ഇവർ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയത് കേട്ടോ. ഇവിടെ വന്നിരുന്ന ആൾക്കാർ ഫുഡ് കഴിക്കുക. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കൊണ്ടുവന്നില്ല. ഇരിക്കണ്ട, നടക്കണം.
ഏതെന്തോന്നാന്ന് അതെന്തെങ്കിലും ആട്ടെ, എന്തെങ്കിലും ഒരു ലൊട്ടിലൊടുക്ക് മറക്കിക്കൊണ്ട് വരും അവിടെ. അതേ കുഴിയാനയുടെ ഇത്, എനിക്ക് കുഴിയാനയുടെ അതെ, ഇത് ഫുൾ കുഴിയാനയുടെ കുഴിയാ. നോക്കാം. കുഴി മാത്രമേ ഉള്ളൂ, ആനയില്ല. കുഴിയാനെ കിട്ടിയില്ലാന്നാ? അതൊക്കെ വലിയ കുഴിയോ, ഇനി അവിടെ ഒന്നും കിട്ടില്ല. പാവം നാളെ ഇടയ്ക്കിടെ പുറകെ കിടന്ന് അതിന് ദേഷ്യം വരും. എന്റെ പുറകെ വല്ലല്ല പൂച്ച, ഞാനൊന്നും ഒരു വീഡിയോ എടുത്തു വെച്ചാൽ എന്റെ വന്നോ അറിയില്ല. വേണ്ട തുടങ്ങ, നീ അങ്ങ് പൊക്കേ. അത് പാവം, അതിന് റമദാൻ ആരെങ്കിലും ഫുഡ് കിട്ടാത്തതിൻ്റെ. ഇപ്പം ആരും ഫുഡ് ഒന്നും കഴിക്കണില്ലാത്തതുകൊണ്ട് അതിന് ഇവിടുത്തെ ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. പോവച്ചേ, അങ്ങനെയൊക്കെ പിടിക്കില്ല, അതിന് ദേഷ്യം വരും. പോ. നല്ല പപ്പായ ഉണ്ട്. പൂച്ച നമ്മുടെ അടുത്ത് നിന്ന് മാറുന്നില്ല കേട്ടോ. പാവ അതിന് ഫുഡ് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് അത് നടക്കണേ. നമ്മുടെ കയ്യിൽ ഫുഡില്ല. ഇല്ലല്ലോ. നമ്മളങ്ങനെ ഒരു ഏറുമാടത്തിൻ്റെ അത് കയറി. ഇത് നമ്മുടെ മജ്ലിസാട്ടോ. അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ വണ്ടി തേയി കിടക്കണു. നമ്മൾ വണ്ടി അവിടെ ഇട്ടു. അപ്പം നമ്മളിവിടെ ഇരുന്ന് കുറച്ച് വെള്ളവും സാൻഡ്വിച്ചൊക്കെ കഴിക്കാൻ പോവാണ്. പക്ഷേ തണുപ്പ് കാലാവസ്ഥയാണെങ്കിലും ചൂടുണ്ട്, സുഖമുണ്ട്. പക്ഷെ നല്ല രസം. ഇപ്പം ഇവർ വെള്ളം തുറന്നുവിട്ടിട്ടില്ല. അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് വെള്ളം തുറന്നുവിട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതിക്കിടയ്ക്ക് ചാലിക്കിടയൊക്കെ വെള്ളം ഇതിന് ഈ പോണ പൈപ്പിലെല്ലാം ചെറിയ ചെറിയ ഓട്ടകളുണ്ട്. അപ്പോൾ അത് നിറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം പുറത്തേക്ക് സ്പില്ല് ചെയ്യാൻ പാകത്തിന്. ഹന്ന അതേക്കടെ എന്നാ ചുമ്മാ വാഴത്തോട്ടത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് നാട് പോലെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുക. ഹിമയ്ക്ക് ഇത് കണ്ടിട്ട് നാട് പോലെ ഇല്ലേ? ഹിമയ്ക്ക് ഇത് കണ്ടിട്ട് നാട് പോലെ ഇല്ലേ? കൊച്ചിന് ഊന്നുകല്ല കുഴിയാനേ ഉള്ളൂ. അത് കുടിച്ചു തീർക്കാം, അല്ലെങ്കിൽ ചാടിപ്പോ അവിടെ ചാടും. ഹിമ വിളിച്ച് അതിനെ മോളിൽ കയറ്റി. ദേ വന്ന് നിക്കണു. ഇതിപ്പോ എന്റെ അപ്പനാ, നിന്റെ അപ്പനല്ലാന്നോ പറയും പോലെ അത് ഇരിക്കണത്. അയ്യോ, എനിക്ക് വരുമൊന്നുമില്ല. അത് അപ്പന്റെ അടുത്ത് നിൽക്കുക. മുട്ടിച്ചോണ്ട് വരും. വാലോട്ട് വെച്ചേക്ക. ഇപ്പൊ നോക്കും. തൊടാൻ വേണ്ടിട്ടാ. ഞങ്ങളുടെ ഒന്നുമില്ല, ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പഴേ മറ്റോ മേടിച്ചിട്ടുണ്ട്. ഇതേ വന്നു അപ്പൻ്റെ അടുത്തേക്ക്. അപ്പൻ്റെ കാല് മുട്ടാൻ വന്നെ കണ്ട അടുത്ത് ഹിമയുടെ അടുത്തിൽ വിട്ടു. ഇപ്പ ചെല്ലണ വഴി കുളിച്ചോളണം എല്ലാം അങ്ങനെ കൂടിയിട്ട്. ഞാൻ ആ ടബിലേക്ക് സോപ്പ് അങ്ങോട്ട് പതപ്പിച്ചു തരാം. അതിനകത്ത് കടന്നങ്ങോട്ട് കുളിച്ചോ.
ഞാൻ ഓടിച്ചൊന്നുമില്ല, ഞാൻ ഓടിച്ചില്ല, ഞാൻ ഓടിയുള്ളൂ. ആ ഈ പനയുടെ ഓല അങ്ങോട്ട് നമുക്ക് വേണിപ്പാം. ഈ നിൽക്കുന്നത് മൊത്തം തുളസിയാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല നല്ല സ്മെല്ലാണ്. നല്ല ഹാർഡ് സെൻ്റുള്ള തുളസി, നല്ല മണം. ഹിമ പോയി 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 അങ്ങ് പോയി കാണാനില്ല അതിനെ. ഹിമ പൂച്ചേനെ കണ്ടാ പോയേക്കണേ. പോണു എൻ്റെ പറ്റി അത് പോയി. അതിൻ്റെ പോയാലോ? ഇതെന്നാന്ന് പറയോ? ഹന്നാറട്ടെ മറ്റേ ഇവര് സൗദികളെ ഫിഗ് ഫിഗ് അത് തന്നെ ഫിഗ്. ഇതാണ് അത്തിമരം. ആ ഓക്കെ, ഇതാണ് കേട്ടോ ഒറിജിനൽ അത്തിമരം. നമ്മുടെ നാട്ടിലേക്കണ ഇതല്ലല്ലോ. ആ ഇതാണ് ഒറിജിനൽ അത്തിമരം. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. സാധാരണ ഇവർ ഇതിനകത്തില്ല കായില്ല. ഇത് സാധാരണ ഇവർ വെട്ടി നിർത്തും. ഭയങ്കര ചെറുതായിട്ട് ബുഷിയായിട്ടാണ് ഇവർ ഉണ്ടാക്കണത്. മരമായിട്ട് ഒരിക്കലും വിടില്ല, ബുഷിയായിട്ട് ഇങ്ങനെ നിർത്തുള്ളൂ. ഇതേ വന്നു പൂച്ച അവിടെ. പൂച്ചനെ തപ്പി. പൂച്ച അവിടെ ഹിമ? കിങ്ങിണി, ആൺപൂച്ചക്ക് കിങ്ങിണി എന്നാ പേര്. ആ കൈയൊക്കെ ശരിക്കും കഴുകി കാണും. അതിന്റെ രോമമൊക്കെ കാണും. നമുക്ക് നോക്കിയാൽ കാണില്ല, അല്ലാണ്ട് കാണും. നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം വണ്ടി കയറാൻ കേട്ടോ. ആ യെസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. വേർത്ത് ഉച്ചയായി. നമ്മൾ കണ്ണിമാങ്ങ മേടിച്ചു ഇവിടുന്ന്. കണ്ണിമാങ്ങ മാത്രമല്ല കേട്ടോ, അവർക്ക് കണ്ണിമാങ്ങ തന്നെ നഷ്ടമല്ല. അപ്പൊ നമ്മൾ കണ്ണിമാങ്ങ അല്ലാണ്ട് വലിയ മാങ്ങയും കൂട്ടിയിട്ട് നമ്മള് അതേ നിൽക്കണ മാങ്ങ നിറച്ച് മാങ്ങയാണ് ആ കെട്ടി വെച്ചു. പിന്നെ നമുക്ക് അവര് വാഴയില 2 വേണ്ടി തന്നു. പിന്നെ നമ്മൾക്ക് തന്നെ വാഴയില തന്നു. ഇനിയിപ്പം ഹജ്ജിന്റെ സമയമാകുമ്പോൾ വന്ന് നമുക്ക് ചക്ക തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചക്ക പിന്നെ വലിയ മാങ്ങ കുറച്ച് കഴിക്കാൻ തന്നായിരുന്നു കേട്ടോ. അതെ, പൈസ കൊടുക്കാൻ നേരത്തെ അപ്പം അവൻ ആദ്യമേ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല എന്നൊക്കെ പറയാൻ ചേട്ടൻ കയ്യിലുണ്ടായിരുന്ന ചില്ലറ മൊത്തം മാറി കൊടുത്തു. ഈ മനുഷ്യൻ അല്ലെങ്കിലും ധാരാളം കൂടുതലായതുകൊണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കാൻ നേരത്തെ നമ്മുടെ കയ്യിൽ ചില്ലറ ഇല്ല, വലിയ പൈസയുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബകാലം വല്ലതും പോകണമെങ്കിൽ ഇവിടുന്ന് ഒത്തിരി പോകണം. അപ്പം അതുകൊണ്ട് അത് നടക്കില്ലാത്തതുകൊണ്ട് നമ്മളുള്ള പൈസ എല്ലാം മാറി കൊടുത്തു. മറ്റേ ആൾക്ക് അയാളാണ് ഈ പറയുകയും ചെയ്തു എനിക്ക് തന്നു എന്ന് പറയരുത്. അപ്പം നമ്മളങ്ങനെ പറയണ മോശമല്ലേ. അപ്പം നമ്മളെല്ലാം പറിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിമയ്ക്ക് എന്താ ഹാംസ് അല്ല മീൻസ് പൂച്ചാനെയൊക്കെ ഇട്ടിട്ട് വന്ന എൻ്റെ വിഷമാണ്. ഒരു ബട്ടർഫ്ലൈനെ പിടിച്ചു. അപ്പം അതിന് വിട്ടിട്ടുണ്ടെങ്കിൽ ദേശപ്പച്ച അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിട്ടതിൻ്റെ സങ്കടമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ വലിയ ഡാമുണ്ട്. കാണുന്നത് വലിയൊരു ഡാമാണ്. അത് പക്ഷെ ഇപ്പം അത് എല്ലാം ക്ലോസ്ഡാണ്. നേരത്തെ സെക്യൂർഡ് ഏരിയയായി. പക്ഷെ നേരത്തെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറായിരുന്നു. അതിൻ്റെ മുകളിൽ ഡാമൊക്കെ ശരിക്കും കാണാമായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ എല്ലാം അടച്ചേക്കും, കെട്ടി അടച്ചേക്കും. അങ്ങോട്ടേക്ക് പോകാൻ ഒരു നിർവാഹവും ഇല്ല. ഇങ്ങോട്ടാണെങ്കിലും വന്ന് പെടാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉൾവഴിയൊക്കെ കയറി വരുന്നത്. നമുക്ക് നേരത്തെ വന്ന് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ കയറി പോന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു തോട്ടത്തിലാണ്. ഇപ്പം നമ്മൾ ഇവിടെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞങ്ങളിപ്പോൾ മാങ്ങ പറിച്ചു. അതെ, നമുക്ക് കണ്ണിമാങ്ങ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഒത്തിരി ഉണ്ട്. ഇത് ചാടിപ്പോയതാണ് കേട്ടോ മരത്തിൽ നിന്ന്. മരം ഒടിഞ്ഞ് യെസ് അയാൾ. നല്ല മാങ്ങയുണ്ട് കേട്ടോ ഇവിടെ. അവിടെ വാഴ തിക്കടൊക്കെ നടക്കാൻ നല്ല രസം.
ചെറിയ വഴി കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഒത്തിരി വാഴകളുണ്ട്. ദേ പഴം, നല്ല പഴം ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട് ഇത് കിടന്ന് നടക്കാൻ. ഫുള്ള് വാഴകളാണ്, ചെറിയ വാഴ. ഇവിടെ ഒത്തിരി മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങ ചെറിയ മാങ്ങ, മൂക്കാത്ത മാങ്ങ, കന്നി മാങ്ങയുടെ നല്ല മാങ്ങ, നല്ല മാങ്ങ. പൂച്ച നടക്കണത് ലേസ് തിന്നാൻ വേണ്ടിട്ടാട്ടോ. ലേസി പൂച്ച. ആ, ലേസ് തിന്ന പൂച്ച. ആ, ഇത് കണ്ടില്ല. അത് ഇവിടെ നോമ്പായതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒന്നും കൊടുക്കണ്ടാവില്ല. ഇനിയിപ്പോ പ്രശ്നം നമ്മള് വണ്ടി കയറി പോണ്ടി വരും. ഇതിപ്പോ നമ്മുടെ പുറകെ വരും. രണ്ടാഴ്ചയായിട്ട് ഇപ്പൊ റെഗുലറായിട്ട് കൊടുക്കുന്ന കാരണം മാമൻ വന്നേ, മാമനും മോളും വന്നേ. ലേസ് തിന്നാറാ എന്നാ കുഞ്ഞ്. ചൂട് തുടങ്ങി. കണ്ണിമാങ്ങയൊക്കെ പിന്നെയും പുതിയതാട്ടോ. ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നു. അപ്പത്തേനേക്കാട്ടിലും വലുതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചായിരുന്നു. ഇത്തവണ നമുക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു കമ്പ് വലുത് ഒടിഞ്ഞാടി കിടന്നുകൊണ്ട് നമ്മൾ വന്നപ്പോൾ വലിയ കാറ്റ് വീശിയിട്ട് ഒടിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കത് മൊത്തം ഫ്രീ ആയിട്ട് വന്നു. ഒരു 8 കിലോ ഉണ്ടാവും കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇവർക്ക് ഡൗട്ട് ചെയ്ത് നാരകം, വാഴ. ഇവർ ചോദിക്കണേ ഈ കുഞ്ഞു മാങ്ങ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് എന്നെ കാണിക്കാനാണെന്ന് ചോദിക്കണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് ഉപ്പുമാങ്ങ ഇട്ടു, നന്നായിട്ട് അവിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടക്കണ്ട്. ഇനി ഇത്തവണ കൊണ്ടുപോയി ഉപ്പുമാങ്ങ ഇടണം. വീട്ടിൽ ചെന്നിട്ട് ഉപ്പുമാങ്ങ കാണിച്ചു തരാം. നല്ല ഇതിനകത്ത് നല്ല തണുപ്പാട്ടോ. ഇപ്പം 33 ഡിഗ്രിയാണ്. 33 ഡിഗ്രിയാണ് ചൂട്. പക്ഷേ ഇതിനകത്ത് നല്ല വ്യത്യാസമുണ്ട്. എല്ലായിടത്തും നല്ല മാവൊക്കെ ഇങ്ങനെ. പക്ഷെ പറക്കരുത് മാവ്. എല്ലായിടത്തും ഒത്തിരി മാങ്ങയുണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ ഒരു 10 കിലോയുടെ അടുത്ത് മാങ്ങ നമുക്ക് അവർ തന്നു. പിന്നെ ഈ ബൗണ്ടറി കൂടെ ഒക്കെ പേരയുണ്ട്. പക്ഷെ പേരയ്ക്കെല്ലാം ശോഷിച്ച് കിടക്കും. പേരയ്ക്കൊന്നും ഒരു ഗുണമില്ല. നാരകം ഞങ്ങൾ വെറുതെ ബൗണ്ടറി ഒക്കെ കാണാൻ വേണ്ടി വാഴക്കൊലയൊക്കെ നന്നായിട്ട് ഉണ്ടായി കിടക്കണ്ട കേട്ടോ. വലിയ വലിയ മാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കണ്ണിമാങ്ങയാണിത്. കണ്ണിമാങ്ങ 4 കിലോ ഉണ്ടായിരുന്നു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് ചുക്കിയിട്ട് ഇത്ര ആയി. വേറൊരു ടിന്നിലൂടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ അവർ കഴിച്ചു. ഇതിപ്പം 3 ആഴ്ചയായ കണ്ണിമാങ്ങയാണ് ഈ കാണുന്നത്. അത് ഇതിനകത്തുനിന്ന് തന്നെ ഉള്ള വെള്ളം ഊറി ഇറങ്ങിയിട്ടാട്ടോ ഇത്ര ആയത്. വേറൊരു ചെറിയ ടിന്നിലൂടെ കുറേ കഴിച്ചു. പിന്നെ ഒരു ചെറിയ ടിന്നിലൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ട് കാണിച്ചു തരാവേ. കണ്ടോ, ഇത് ഈ വെള്ളം ഫുള്ള് ഈ കണ്ണിമാങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് ഉപ്പോടെ കൂടിയിട്ട്. നമ്മൾ അധികം ഉപ്പിട്ടില്ല. 4 കിലോ മാങ്ങയ്ക്ക് 3/4 കിലോ ഉപ്പാണ് ഞാനിട്ടത്. പക്ഷെ അത്യാവശ്യം ഇത് ഫുള്ള് വെള്ളമുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് പിന്നെ തുറന്നിട്ടില്ല. ഇത് എടുത്തുകൊണ്ടിരിക്കണതാണ്. ഇത് തീരാറായി. 4 കിലോ മാങ്ങ ഇട്ടിട്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരു 8 കിലോ മാങ്ങ ഇന്നലെ കൊണ്ടുവന്നത് നമ്മൾ അച്ചാറിടാൻ വെച്ചിട്ടുണ്ട്. മീൻസ് ഇങ്ങനെ കടിമാങ്ങയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഭരണിക്കകത്ത് ഞാൻ കാണിച്ചു തരാം. അത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചേക്കണം കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ അത് ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ചില്ല് ഭരണിയിലോട്ട് മാറ്റി വെക്കണം. നമ്മുടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ഈ 2 ടിന്നിലായിട്ട് വെച്ചേക്കുവാണ്. ഇതാരും കാണാണ്ടിങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചേക്കുവാ. കയറ്റി തുറക്കരുതല്ലോ. അല്ലേ, ടൈറ്റ് കണ്ടെയ്നർ ആയതുകൊണ്ട് പിള്ളേർക്ക് തുറക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തുറക്കില്ല. തുറക്കില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, എടുത്തുകൊണ്ട് പോകത്തില്ല. പക്ഷെ മറ്റേ സാധനം എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് പാത്ത് വെച്ചേക്കണം. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞേച്ച് ഇട്ട് വെച്ചേക്കും. അച്ചാറാക്കണം. ഇതും ജസ്റ്റ് കൊത്തി അരിഞ്ഞേച്ച് ഉപ്പിട്ട് വെച്ചേക്കുവാണ്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഇതിനകത്ത് ഒരു 3/4 ഭാഗത്തോളം ഇപ്പോൾ വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്കാണ് അച്ചാറിടാൻ പോണത്. അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് തോന്നുന്നത് ഒരു 2 കിലോ അല്ല, ഒരു 4 കിലോയുടെ അടുത്ത് വരും. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന മാങ്ങയുടെ വിശേഷം.